നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അവരുടെ ഉറക്കക്കുറവ് അങ്ങ് മാറി കിട്ടുകയും ചെയ്യും. എനിക്കാരെയും പേടിയില്ല. അത് കൊള്ളാം. അങ്ങനെ ഞാൻ പറഞ്ഞു. ദേവിക ചിലരുടെ പേടി സ്വപ്നം എന്നാ ഞാൻ പറഞ്ഞത്. ആ ചിലരിൽ എങ്ങനെ അക്ഷര വരും? അത് പിന്നെ നിരഞ്ജ, കോഴി കട്ടവനല്ലേ തലയിൽ പപ്പും പുടയും തിരയൂ. ഡാഡി, എന്നിട്ട് സിദ്ധാർത്ഥൻ ദേവിയോട് സംസാരിച്ചോ? ഇല്ല, ഇപ്പൊ സംസാരിക്കും. കൈയോട് സംസാരിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും കൂടി ഈ കല്യാണം നടത്താം. ആ അതെ, പറ്റിയാൽ ഈ ആശുപത്രി മുറ്റത്ത് തന്നെ പന്തലിട്ട് നടത്തണം. ദാറ്റ്സ് എ വെരി ഗുഡ് ഐഡിയ. ഇത്രയും കാലത്തിനിടയിൽ ഇത് ആദ്യമായിട്ടാ നിന്റെ നാവിൽ നിന്ന് ഇത്രയും സെൻസിബിളായ ഒരു ആശയം വരുന്നത്. നമ്മുടെ ആശുപത്രിയിൽ വെച്ച് ഭർത്താവിന്റെ ജീവൻ നഷ്ടപ്പെട്ട് വിധവയായ ഒരു പെൺകുട്ടി, അവൾ പുനർവിവാഹിതയാവുന്നത് ഈ ആശുപത്രിയുടെ മുറ്റത്ത് വെച്ച്. വരനോ അവളുടെ ഭർത്താവിന്റെ ഹൃദയം സ്വീകരിച്ച ആളും. ഇതിനേക്കാൾ മനോഹരമായൊരു നിമിഷം വേറെ ഉണ്ടാവുമോ? രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ചടങ്ങിനെത്തുന്ന പൊതുജനങ്ങൾക്കും വിശാലമായ സദ്യ ആശുപത്രി മാനേജ്മെന്റിന്റെ വക. വധുവിന്റെ വസ്ത്ര സ്വർണ്ണമൊക്കെ എന്റെ വക. നീ കരയാൻ തുടങ്ങണ്ട. നിനക്കൊരു നെക്ലസ് ഞാൻ വാങ്ങിത്തരും. നിരഞ്ജനും സ്വാമിയൊക്കെ ചേർന്ന് ദേവികയെ എങ്ങനെയെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ശ്രമിക്കാം സർ. നിരഞ്ജൻ ശ്രമിച്ചാൽ നടക്കും. എന്തായാലും സംഗതി ബഹുരസ. എന്ത്? മുറപ്പെണ്ണിനെ കണ്ടെത്തൽ എന്ന നാടകത്തിന് ശേഷം ഡോക്ടർ നിരഞ്ജനും സ്വാമിയും ചേർന്ന് അവതരിപ്പിക്കുന്ന പുതിയ നാടകം ദേവികയ്ക്കൊരു വരൻ.